10-ാമത്തെ അന്ന് രാവിലെ ചേട്ടൻ പോയി ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ സൈത്രച്ചി വീട്ടിലുള്ള ദിവസങ്ങളിൽ ചേച്ചി ഞാനും കൂടാണ് കുക്കിംഗ്. അതുകൊണ്ട് തന്നെ ജോലിയൊക്കെ എളുപ്പം തീരും. പിന്നെ ചേച്ചി ചിക്കനൊക്കെ കഴിത്തന്ന് ഞാൻ അതിൻ്റെ അരപ്പൊക്കെ റെഡിയാക്കി ചേച്ചി ബാക്കി കുക്കിംഗ് ഒക്കെ ചെയ്തു. പിന്നെ നമ്മൾ അതിൻ്റെ കൂടെ പരിപ്പും പപ്പടവും കൂടെ കൂട്ടി ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ അടുക്കൽ നിന്ന് കാള അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നമ്മളൊരു 5 മണിയൊക്കെ ആയിട്ടാണ് പോയത്. പിന്നെ നമ്മൾ പകുതിക്ക് വെച്ച് തന്നപ്പോൾ ചത്തിയറ പാലത്തിൻ്റെ അടുക്ക് വെച്ച് നമ്മൾ കാളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മളവിടെ വണ്ടി ഒതുക്കി വെച്ചിട്ട് ബാക്കി കാളയുടെ കൂടെ പതുക്കെ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ കാള പുതിയതായിട്ടുള്ളത് കൊണ്ട് അമ്പലത്തിൽ നിന്ന് ജീവിത കാളെ സ്വീകരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സമയം നമുക്ക് നല്ല വൃത്തിക്ക് രോമാഞ്ചവും സങ്കടവും സന്തോഷവും ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നല്ല വൃത്തിക്ക് രോമാഞ്ചം വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അത് തന്നെ പറയുന്നു. അപ്പോൾ എല്ലാവരും അറിയാവുന്നവരൊക്കെ പുര വീടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം അങ്ങനെ ജീവിതമൊക്കെ കാളയുടെ മുമ്പിൽ കളിച്ചിട്ട് നമ്മളെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ബാക്കി എല്ലാവരും കൂടെ കാളെ അമ്പലത്തിലോട്ട് കൂടി. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരും ചേട്ടന്മാരും കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ ജീവിതം പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ കാളയെ മുൻപോട്ട് പോയിട്ടുണ്ടായിരുന്നു. പതുക്കെയാണ് പോകുന്നത്. പിന്നെ നമ്മുടെ കാളയുടെ കൂടെ ഉള്ളതാണെങ്കിൽ DJ ബോക്സ് ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും തുള്ളുകയും പിന്നെ കാളയെ ബാക്കി വലിക്കുക അങ്ങനെയൊക്കെ തന്നെയാണ് പോയത്. മേളമല്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ഭയങ്കര ഡാൻസ് ഒക്കെ ആയിരുന്നു. നമ്മുടെ അയ്യപ്പ ഉറക്കമായിരുന്നു. അമ്പാടിക്കണ്ണൻ ആദ്യമേയൊക്കെ മടിച്ചെന്നെങ്കിലും പിന്നെ അയാളും കളിച്ച് പിന്നെ അന്ന് അയാളുടെ മാമനൊന്നും പറയേണ്ട ഭയങ്കര ഡാൻസുകളൊക്കെ ആയിരുന്നു. പിന്നെ അമ്പലത്തിൽ ചെന്നാൽ പറയണ്ടല്ലോ, അയ്യപ്പയ്ക്കും അമ്പാടിക്കണ്ണനും കളിപ്പാട്ടം. അയ്യപ്പയെ കളിപ്പാട്ടക്കടയുടെ ഇടയ്ക്കിലോട്ട് കൊണ്ടുപോയില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈ കുമ്പള ഇങ്ങനെ പറത്തുന്ന ഒരു സാധനത്തിൽ ഒതുങ്ങി. കൊണ്ടുപോയായിരുന്നെങ്കിൽ അവിടെ യുദ്ധമായിരുന്നു ഞാനും അയ്യപ്പായൂടെ. അതുകൊണ്ട് പിന്നെ അയ്യപ്പായ അവിടെ എത്തിയിട്ട് ചേച്ചിയാണ് പോയി കളിപ്പാട്ടമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നത്. പിന്നെ അത് കുമിള വിടുന്ന സാധനം വാങ്ങിച്ചിട്ട് അയാൾക്ക് ഊതാനും ഒന്നും വയ്യ, അയാൾക്ക് മെനക്കെടാൻ വയ്യ. ഊതി എൻ്റെ കാറ്റ് പോകാറായിട്ടുണ്ടായിരുന്നു. വല്ലാച്ചാലും ഞാനതെടുത്ത് പാത്ത് വെച്ച്. പിന്നെ ബജ്ജിയൊക്കെ വാങ്ങിച്ച് കഴിച്ചപ്പോഴത്തേക്കിനും അയാൾ അതിൻ്റെ കാര്യമൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. ചേട്ടനൊക്കെ വന്ന് പിന്നെ കുഞ്ഞുങ്ങളെ നോക്കിയപ്പോഴത്തേക്കിനും ഞാനും ചേച്ചിയും ജസ്റ്റ് ഒന്ന് അവിടെ കറങ്ങിയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നേരെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു.